الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقوله تعالى إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين رب اشرح لي صدري വയസ്സർ ലി അംരി വഹുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും മുഅ്മിനുകളായി മുത്തഖികളായി മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അള്ളാഹുവിനുള്ള നന്ദി രേഖപ്പെടുത്താനാണ് ആയുസ്സിന്റെ ഒരു പുതിയ പ്രതലം, ഒരു പുതിയ പേജ് പ്രഭാതത്തിൽ ജീവനിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയുന്നത്. ഒരു വെള്ളപ്പേപ്പർ നമ്മുടെ കയ്യിൽ തരികയാണ്. ഉക്തുബു മാ തശാ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എഴുതിക്കോ. എഴുത്തിന്റെ ഫ്രീഡം നിനക്കാണ്. പക്ഷെ എന്തിനാണ് ഞാൻ നിനക്ക് ഇന്ന് നിന്നെ വീണ്ടും ഉണർത്തിയത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഉറപ്പാണ്, ഇന്നലെ ഞാൻ മൗത്തായിരുന്നു അല്ലേ, പക്ഷെ ഞാൻ എഴുന്നേറ്റത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. നീ എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച നാഥാ, നിനക്കാണ് സ്തുതി. ആ സ്തുതി വാക്കുകൾ കൊണ്ട് മാത്രം മതിയാകുമോ? ഇല്ല. എന്തിനാ എന്നെ എഴുന്നേൽപ്പിച്ചത്? നമ്മൾ ഇന്നലെ വായിക്കുകയാണ്, നമ്മളൊക്കെ കണ്ണീരൊഴിച്ചു. നമ്മുടെ സഹോദരൻ, സൗദിയിലുള്ള നമ്മുടെ സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബിന്റെ മകൻ, ആ 15 വയസ്സായ കുട്ടിയുടെ മരണവാർത്ത. ആ കുട്ടിയെ കബറടക്കി ആളുകൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മൾ കേട്ടു 16 വയസ്സായ ഒരു മകൻ അവിടെ കുഴഞ്ഞു വീണു മരിച്ചുപോയി. There is no age for your death. മരണത്തിന് ഒരു ഏജുമില്ല. നോ പ്ലേസ്, അതിനൊരു സ്ഥലമല്ല. നോ ടൈം, അതിനൊരു സമയമില്ല. പിന്നെന്താ അള്ളാഹുവിന്റെ അജിൽ. ആ അജിൽ പൂർത്തിയാക്കാൻ നമ്മെ അള്ളാഹു അനുവദിക്കുമ്പോ അവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? അള്ളാഹുവിനുള്ള ശുക്ർ, നിഅമത്ത്. നമ്മുടെ ശരീരത്തെ പരിശോധിച്ചാൽ ഓരോ ശരീരത്തിലെ അവയവത്തിനും അതിൻ്റെതായ ശുക്റുകൾ ഉണ്ട് എന്നതാണ് സത്യം. അതിലേറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാവ്, അൽ-ലിസാൻ. ആ നിഅമത്തുൽ ലിസാനിനുള്ള ശുക്ർ എന്താ? ശുക്ർ അൻ യകൂന സാദിഖൻ. ഒന്ന്, നീ സാദിഖായിരിക്കുക, സിദ്ഖ് ചെയ്യുക എന്നതാണ്. രണ്ട്, അൻ യംനഅ ലിസാനക വയദക മിനൽ ഇശാഅത്ത്. നിന്റെ കൈകളെയും നിന്റെ നാവുകളെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് തടയുക എന്നതാണ്. അത് ശുക്റാണ്. ശുക്ർ ലി നിഅമത്തിൽ ലിസാൻ. ലിസാനിന്റെ നിഅമത്താണ്, നിഅമത്തിനുള്ള ശുക്റാണ്. എങ്ങനെയാണ് സിദ്ഖ്? അതൊരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. നിന്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ട്രയൽ ആൻഡ് മിസ്റ്റേക്ക് എന്ന് പറയാറുണ്ട്. നീ പരിശീലിക്കുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും പരിശീലിക്കുന്നു. അങ്ങനെ
അതൊരു സ്ഥായിയായ നിന്റെ സ്കില്ലാക്കി വളർത്തുന്നത് വരെ നീ അതിന്റെ പിന്നാലെ മനഃപൂർവ്വം ഉണ്ടാകണം. അങ്ങനെ നീ ഒരു ഘട്ടം കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സ്വാദിഖീങ്ങളുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, സേഫ് സോൺ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യമായതേ പറയാവൂ. ഫഇന്ന അസ്ദിഖ യഹ്ദി ഇലൽ ബിർ, കാരണം സത്യം അത് നിങ്ങളെ പുണ്യത്തിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, പുണ്യം തീർച്ചയായും അത് സ്വർഗത്തിലേക്കാണ് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവുക. വമാ യസാലു റജുലു യസ്ദുഖു വയതഹറാ അസ്ദിഖ, ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ആ മേഖലയിൽ അവൻ കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത് ട്രയൽ ആൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇടക്കൊക്കെ ഒന്ന് സ്കിപ്പായി പോവും, അപ്പൊ വീണ്ടും ഓർമ്മയായി, ഇനി ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേ ഇരുന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ദീഖ് എന്ന് എഴുതപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖ് എന്ന് എഴുതപ്പെട്ടാൽ പിന്നെ ഒരാൾക്കും അവനെ മാറ്റാൻ കഴിയില്ല. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ മനഃപൂർവമായ നമ്മളുടെ പരിശ്രമം വേണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, വയ്യാക്കും വൽ കദിബ ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ വമാ യസാലു റജുലു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യക്തുബ ഇൻദല്ലാഹി കദ്ദാബൻ നഊദു ബില്ലാഹ്. അതിൽ കളവ് പറയുന്നത് ഒരു ഈസിയായി എടുക്കാം, ഒരു ഖലാസ് കെയർലെസ്, ഒരു പ്രശ്നവുമില്ല, അതൊരു വലിയ കാര്യമല്ല. ഇന്ന് എന്ത് ഉണ്ടാകും? ആ മേഖലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കദ്ദാബീങ്ങളുടെ ലിസ്റ്റിൽ റെക്കോർഡ് ചെയ്യപ്പെടും. നഊദു ബില്ലാഹ്. അങ്ങനെ ചെയ്യപ്പെട്ടാലോ പിന്നെ ഓന്റെ ഹൃദയത്തിലേക്ക് സത്യം പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ മേഖല കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസുകൾ അതിരുകളില്ലാതെ വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈകളിലിരിക്കുന്ന കൈക്കുഞ്ഞു പോലും സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉള്ളവനായി മാറിയ ഒരു കാലഘട്ടത്തിൽ, അതിന് പരിധികളും പരിമിതികളും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് നമ്മുടെ വാക്ക് മാത്രമല്ല, നമ്മുടെ നാക്കും നമ്മുടെ കൈവിരലുകളും ഒക്കെ നാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, അൽ മുസ്ലിമു, ആരാണ് മുസ്ലിം? ലോകത്ത് മുസ്ലിം ജനസംഖ്യ അത്ര കുറവൊന്നല്ല, എല്ലായിടത്തും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമൊന്നുമല്ല. മുസ്ലിങ്ങൾക്ക് കാര്യമായ ജനസംഖ്യ പോപ്പുലേഷൻ ലോകത്തിലുണ്ട്. പക്ഷെ ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിച്ച മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. സദഖ റസൂലുള്ളാഹ്. ഒരു മുസ്ലിം ഒരു നാട്ടിലുണ്ടായാൽ മതി. എന്താ അവന്റെ ഐഡന്റിറ്റി? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം മറ്റ് മുസ്ലിമീങ്ങളെല്ലാം അവന്റെ നാവിന്റെയും കൈയിന്റെയും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാവിനോട് ചേർത്തിട്ടാ കൈ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ നോക്കി, ടോക്ക് എന്ന് പറഞ്ഞാൽ, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, സ്പീച്ച് എന്ന് പറഞ്ഞാൽ സൗണ്ട് മാത്രമാണോ? സൗണ്ട് മാത്രമല്ല. നീ ഫേസ്ബുക്കിൽ എഴുതുമ്പോ, നീ ടിക്ടോക്കിൽ സംസാരിക്കുമ്പോ, നീ പിന്നെ എക്സിൽ നിന്റെ പദങ്ങൾ, എണ്ണപ്പെട്ട പദങ്ങൾ കുറിക്കുമ്പോ, യു ആർ സ്പീക്കിംഗ്, യു ആർ ടോക്കിംഗ്, ലോകത്തോട് സംസാരിക്കാണ്. പക്ഷെ അത് ഹൽ യദുർ അം യൻഫഅൽ ഉമ്മ, തന്റെ സമുദായത്തിന്, സമൂഹത്തിന് ഗുണകരമാണോ ഉപദ്രവമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുമ്പ്, ഹൽ ഹാദാ സിദ്ഖ് അം കദിബ്, അത് കദിബാണോ സിദ്ഖാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ മുമ്പ് നമ്മൾ അത് കൈവിട്ടു പോകുമ്പോ, അത് പോസ്റ്റ് ചെയ്യുമ്പോ, സഹോദരന്മാരെ, എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ. എന്താ ഈ കളവ് എന്ന് പറഞ്ഞ? ഒരാൾക്ക് കദിബ്, കളവാകാൻ മതി, അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറയാം. സുബ്ഹാനല്ലാഹ്. തന്റെ ഫോണിലേക്ക് വരുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുക, അത് കേട്ടതെല്ലാം പറയുന്നതിന് സമയം. അങ്ങനെയുള്ള അതിന്റെ അത് വരുത്തുന്ന അപകടം എത്രയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹിഫ്ളുൽ ലിസാൻ, ഇശാഅത്ത്, മനുഷ്യർക്കിടയിലുള്ള വ്യാജ വാർത്തകൾ,
അത് പ്രചരിപ്പിക്കുന്നതിന്റെ ഗൗരവം ഒരു ദൗല പഠിപ്പിക്കുന്നതിനേക്കാളും ശക്തമായി ദീൻ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. എല്ലാ സമയത്തും രാജ്യം നമ്മളോട് വാണിംഗ് ചെയ്യേണ്ടതില്ല. ഒരു മുസ്ലിമിന് അതിന്റെ ആവശ്യമല്ല. എന്നിട്ട് പോലും നിയമങ്ങളുണ്ട്. സോഷ്യൽ മീഡിയക്ക് നിയമങ്ങളുണ്ട്, സൈബർ നിയമങ്ങളുണ്ട്. എന്തിനാണത് വെച്ചത്? എല്ലാവർക്കും ദീൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹിന്റെ അടുത്തുള്ള വലിയ കൂലിയുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ടാ ഭൗതികമായ നിയമങ്ങൾ വെക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മളാരാ? പള്ളിയിൽ വരുന്ന മുസ്ലിമീങ്ങൾ ആരാ? അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവരാരാ? അവർക്ക് റസൂലിന്റെ ഒരു വാക്ക് മതി. അതിനേക്കാളും ഒന്നും അവരെ പേടിപ്പിക്കുന്നതില്ല, അതിനേക്കാൾ ഒന്നും അവരെ നിയന്ത്രിപ്പിക്കുന്നതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ ഒരു വാക്ക് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കി വെക്കുക. കഫാ ബിൽ മർഇ കദിബൻ. ഒരു മനുഷ്യൻ കള്ളനാണ്, കളവ് പറഞ്ഞു എന്ന് പറയാൻ എന്തു മതി? യുഹദ്ദിസു ബികുല്ലി മാ സമിഅ. അവൻ കേൾക്കുന്നതൊക്കെ പറയാം. ഓരോരുത്തർ ചാനൽ ഉണ്ടാക്കിയിട്ട് അടിച്ചു വിടുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിന്റെ തുടക്കത്തിലൊക്കെ കുവൈത്തിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ചാനലുകളിൽ, മലയാള ചാനലുകളിൽ. നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നിന്ന് വായിക്കാൻ നമ്മള് ഫുള്ള് പൊളിഞ്ഞ് അടിച്ച് പൂശാക്കി. എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു ആഘോഷം. വാർത്തകൾ ഉണ്ടാക്കുന്ന അപകടം എത്രയാണ്, വാക്കുകൾ ഉണ്ടാക്കുന്ന അപകടം എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം നമ്മളോട് പറയുന്ന ഒരു ഹദീസുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഫഅൻ സുംറത ഇബ്നു ജുദ്ബിൻ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, ഒരു രാത്രി അതാനി ലൈലതൻ, ഒരു രാത്രി എൻ്റെ അടുക്കൽ അതയാനി മിൻ റബ്ബി, എൻ്റെ റബ്ബിന്റെ അടുത്ത് നിന്ന് രണ്ട് അതിഥികൾ വന്നു. തീർച്ചയായിട്ടും നമുക്കറിയാതെ ആരാണ്? മലക്കുകളായിരിക്കും. ഫഖാലാലി, എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻതലിഖ് ഫദ്ദലഖ്, യല്ലാ പുറപ്പെട്. അങ്ങനെ ഞാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഒരു വീണ് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തെത്തി. അതിൻ്റെ അടുക്കൽ രണ്ട് ഇരുമ്പിന്റെ കുളത്തുകളുമായി രണ്ടാളുകളുണ്ട്. എന്നിട്ട് അവരുടെ കവിളിൽ ഇങ്ങനെ അമർത്തി മാംസം അടക്കം പിടിച്ചു വലിക്കുകയാണ്. അങ്ങനെ മലിച്ചെടുത്തുമ്പോൾ അത് പൂർത്തിയായാൽ അടുത്ത കവിളിലേക്ക് പോകും. അപ്പൊ ഈ കവിളിൽ തുടങ്ങുമ്പോൾ ഈ കവിളിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ഇറച്ചികൾ നിറയും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഈ മലക്കുകളോട് ചോദിച്ചു, ഫഖുൽതു സുബ്ഹാനല്ലാഹ് മൻ ഹാദാ, ആരാണ് മൻ ഹാദാനി, ആരാണ് ഈ രണ്ടാളുകൾ? ഫഖാലാ, അപ്പോൾ ആ മലക്കുകൾ പറഞ്ഞു, ഹാദർ റജുൽ യഗ്ദു മിൻ ബൈതിഹി, ഈ മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും. ഫയക്ദിബുൽ കദിബ, എന്നിട്ട് കളവ് പറയും. ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്. 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ പ്രവാചകന്റെ വാർഡാണ്. അവൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും, എന്നിട്ട് കുറച്ച് കളവും പേറി വരും, എന്നിട്ട് ഹത്താ തബ്ലുഗൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ എത്തുമാറ് അവരത് പ്രചരിപ്പിക്കും. ഇന്ന് നമുക്കാർക്കെങ്കിലും സംശയമുണ്ടോ ചക്രവാളങ്ങളിൽ എങ്ങനെയാണ് ഒരു ചെങ്ങായിന്റെ കയ്യിലുള്ള ഒരു കളവെത്തുകയെന്ന്? നമുക്ക് ഡൗട്ടില്ല. ഹാദൽ ഇസ്ലാം, ഹാദ ദീനുല്ലാഹ് ഹത്താ തബ്ലുഗൽ ആഫാഖ് ഫയസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ. അതിന്റെ ഫലം എന്താ? അല്ലാഹു അവനെ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് ഇഹ്ഫദുൽ ലിസാൻ വംസികുൽ ലിസാൻ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഉപദേശം തരണം. അപ്പൊ റസൂൽ കൊടുത്ത വാക്കെന്താണെന്നറിയോ? ഇംസിക് അലൈക ലിസാനക്. ഏറ്റവും വലിയ പുണ്യം ഇംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ പിടിച്ചു വെച്ചു. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. لسان الفتى هتف الفتى حين يجهل وكل امرئ ما بين فكيه مقتل.
ഇദാ ശിഅത അൻ തഹ്യാ സഈദൻ മുസല്ലമൻ ഫദബ്ബിർ വമയ്യിസ് മാ തഖൂലു വതഫഅലു ഫകം ഫാത്തിഹിൻ അബ്വാബ ശർരി ലിനഫ്സിഹി ഇദാ ലം യകുൻ ഖുഫ്ലുൻ അലാ ഫീഹി മഖ്തലു. സഹോദരന്മാരെ, ഒരു കവി പറയാണ്, നീ സമാധാനത്തോടു കൂടി ജീവിക്കണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദബ്ബിർ വമയ്യിസ്, ചിന്തിച്ചോ, ചൂസ്. അതാണ് മയ്യിസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എടുക്കേണ്ടത് ഏതൊക്കെയാണ് എടുക്കാത്തത് എന്ന് ശ്രദ്ധിച്ചിട്ടേ എടുക്കാവൂ, ശ്രദ്ധിച്ചിട്ടേ പറയാവൂ. വരുന്നതെല്ലാം ഉൾക്കൊള്ളണ്ട. അതേപോലെ തന്നെ എത്രയെത്ര മനുഷ്യരാണ് സ്വന്തം നാശത്തിന്റെ വാതിലുകൾ അവർ തുറന്നു കൊടുക്കുന്നത്, അവർ കേൾക്കുന്നതൊക്കെ പറയുന്നത് പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മളോട് എന്താണ്? ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. മലക്കുകൾ അള്ളാഹുവിന്റെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നമ്മളോട് അല്ലാഹ് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ നമ്മുടെ മറ്റൊരു ജോലി? വനക്തുബു മാ ഖദ്ദമൂ വ ആസാറഹും, നിങ്ങൾ ചെയ്തതും ചെയ്തതിന്റെ ഇമ്പാക്റ്റും. അതാണ് ചെയ്തത് മാത്രമല്ല അല്ലാഹ് രേഖപ്പെടുത്തുക, നീ ചെയ്തത് മൂലമുണ്ടായ റിസൾട്ട്, അതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഇൻഫ്ലുവൻസ്, അതുണ്ടാക്കിയ പരിക്ക്, എല്ലാം അതിന്റെ ഗുണം വനത്തും. നമ്മുടെ ആളുകൾ കിറാമൻ കാത്തിബീൻ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെയും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു റെക്കോർഡിൽ അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തുന്നു.